റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. ദില്ലി കേരള ഹൗസിലാണ് കൂടിക്കാഴ്ച. ആദിൽ പാലോട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലൈവ് തത്സമയം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചാണ് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് പറയാം. വാർത്താ സമ്മേളനത്തിലുണ്ട്. വാർത്താ സമ്മേളനം തന്നെയാ പറഞ്ഞത്. ഉച്ചയ്ക്ക് വിളിക്കും. പോരാ ഈ വിഷയത്തിലുള്ള ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തെങ്കിലും ഓൺലൈനായിട്ട് ചേരുവല്ലോ. ക്ഷുഭിതനാണ് പാർട്ടി സെക്രട്ടറി. പക്ഷേ പാർട്ടി സെക്രട്ടറി പറയുന്നത് കേരള ഹൗസിൽ വെച്ച് ഇന്ന് പത്രസമ്മേളനമുണ്ട്. കേരള ഹൗസിൽ മാധ്യമങ്ങളെ കാണും എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഇനി കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല. രാവിലെ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയതാണ്. ഇത് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് അടക്കമുള്ള കേരള ഹൗസിലെ മാധ്യമ പ്രതിനിധികളോട് പ്രതികരിച്ചിരിക്കുന്നത്. ആദിൽ പാലോട് അല്പം ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചതെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒരു പക്ഷേ PV അൻവറിനെ പുറത്താക്കിയേക്കും. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പാർട്ടി എടുത്തിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആദിൽ പാലോട് വളരെ ഉറപ്പായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി താമസിക്കുന്നത് ഈ കൊച്ചിൻ ഹൗസിലാണ്, കേരള ഹൗസ് വളപ്പിലുള്ള കൊച്ചിൻ ഹൗസിലാണ്. അല്പസമയം മുൻപാണ് CPM സംസ്ഥാന സെക്രട്ടറിയും PB അംഗവും കൂടിയായ MV ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. മുഖ്യമന്ത്രിയെ സന്ദർശിക്കുകയും പ്രാഥമികമായൊരു ചർച്ച ഇക്കാര്യത്തിൽ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ താമസിക്കുന്ന കേരള ഹൗസിന്റെ മറ്റൊരു ഭാഗത്തേക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രതികരണം നടത്തിയത്. ഉച്ചയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ കൂടിയാലോചനകൾ വേണ്ടിവരും. പ്രധാനമായും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് PV അൻവറിനെ എപ്പോൾ പുറത്താക്കുമെന്ന കാര്യത്തിലെ സംശയമുള്ളൂ എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ആ ഗൗരവത്തോടെ അത് മാഷിന്റെ വാക്കുകളിലും വ്യക്തമായിരുന്നു. ഉച്ചയ്ക്ക് പറയും എന്ന ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് മറുപടി. കൂടുതൽ ചർച്ചകൾ ഉണ്ടാകില്ല, കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം എന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണം കൂടി ലഭ്യമാകുന്നു. ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനമായി തന്നെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള സന്ദർശനത്തിന് ശേഷമാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. 11 മണിക്ക് PB യോഗമുണ്ട്. PB യോഗത്തിനാണ് മുഖ്യമന്ത്രിയും ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ദില്ലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു കൂടിയാലോചന ഇന്ന് നടന്നിരിക്കുന്നു. പ്രധാനമായും ഈ അൻവറിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം പാർട്ടിയിലുണ്ടായ ആശയക്കുഴപ്പത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതിനുള്ള തീരുമാനം കൂടി ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ അത് പരസ്യമായി പറയുകയും ചെയ്തു. ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കാണുമ്പോൾ അൻവറിനുള്ള മറുപടി വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു ഇന്നലത്തെ മറുപടിയെങ്കിൽ ഇന്ന് രാവിലെ TP LDF കൺവീനർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാർട്ടി പറയുന്നതാണെങ്കിൽ എന്താകും പാർട്ടിയുടെ നിലപാട് എന്ന കാര്യത്തിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്ന് ഉച്ചയ്ക്ക് എപ്പോഴാണ് സമയമെന്ന് പറഞ്ഞിട്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞതിനു ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. അതിൽ അന്തിമ തീരുമാനം ഉണ്ടാവുമെന്നാണ്. ഇനി അത് വെച്ച് താമസിപ്പിച്ചിരിക്കാൻ കഴിയില്ല. കാരണം ഇത് പരമാവധി ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു പാർട്ടിക്കും അണികൾക്കിടയിലും. അത് തന്നെയാണ് LDF കൺവീനറിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലായത്. നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ മന്ത്രി ശിവൻകുട്ടി എഴുതിയിരുന്നത് ഉത്തരം താങ്ങുന്ന പല്ലിയാണ് എന്നാണ്. പ്രതിപക്ഷത്തിന്റെ കയ്യിലെ കളിപ്പാവ എന്ന രീതിയിലാണ് P ജയരാജനും MV ജയരാജനും അടക്കമുള്ളവർ കൂടി ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും PV അൻവറിനെതിരെ ശക്തമായ തീരുമാനമുണ്ടാവും. ഇന്നുച്ചയ്ക്കുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതും ആ പത്രസമ്മേളനത്തിന് വേണ്ടിയാണ്. അതിലൊറ്റ കാര്യം കൂടി, പത്രസമ്മേളനത്തിന് മുൻപ് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു PV അൻവർ ഇനി പത്രസമ്മേളനങ്ങൾ നടത്തി മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ താനും ആ രൂപത്തിലേക്ക് നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന്. മുഖ്യമന്ത്രി 11 മണിക്കാണ് PB യോഗം AKG ഭവനിൽ ഉണ്ടാകുക. 10:45 മുഖ്യമന്ത്രി കൊച്ചിൻ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെയും മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഈ വളരെ ഒരു എതിരാളികൾ പോലും ഉന്നയിക്കാത്തത്ര ആരോപണമാണ് ഒരു ഭരണപക്ഷ MLA ഭാഗത്തുനിന്നുണ്ടായ എന്ന കാര്യത്തിൽ സംശയമില്ല. ചരിത്രത്തിൽ തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനം പ്രാധാന്യം ഉൾക്കൊള്ളുന്നതുമാണ്. അതുകൊണ്ട് വളരെ കൃത്യമാണ്.